ഇവിടെ ഇപ്പോൾ രാത്രി 8:45. ഇപ്പോഴും നല്ല വെളിച്ചമാണ്. സൂര്യപ്രകാശം കുറച്ചും കൂടെ സ്ഥലത്തോട്ട് പോയാൽ ഇപ്പോഴും സൂര്യപ്രകാശമുണ്ട്. ഇതൊരു റെസിഡൻഷ്യൽ ഏരിയ, പള്ളി ഒക്കെയാണ് ഇവിടെയൊക്കെ. നല്ല സ്ഥലം, നല്ല മനോഹരമായ സ്ഥലം. ഇപ്പോഴും ആൾക്കാരൊക്കെ ഇറങ്ങി നടക്കുന്നുണ്ട് അവിടെയൊക്കെ. കുട്ടികളും പട്ടിക്കുട്ടിയും കുറേ സ്ഥലങ്ങളാണ്. നല്ല മനോഹരമായ സ്ഥലങ്ങൾ, വളരെ ശാന്തമായ സ്ഥലങ്ങൾ. ഇവിടെയൊക്കെ ആൾക്കാർ കുറവാണ്. വീടുകൾ ഒരുപാടുണ്ട്, പക്ഷെ ആൾക്കാർ വളരെ കുറവാണ്. ഇപ്പോഴും വണ്ടിയൊക്കെ വരുന്നുണ്ട്. ഇതൊരു പള്ളിയാണെന്ന് തോന്നുന്നുണ്ട്, കൃത്യമായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ആദ്യമായിട്ട് ഇവിടെയൊക്കെ ഇറങ്ങിയത്. ഇത് വീടിൻ്റെ ബാക്ക് സൈഡാണ്. ഇതുവഴിയൊക്കെ വണ്ടികളൊക്കെ പോകുന്നുണ്ട്. ഒരുപാട് വീടുകളുണ്ട്. മിക്ക വീടുകളും അടഞ്ഞു കിടക്കുക. എനിക്കൊന്ന് ഇവിടെയൊക്കെ ഓരോരുത്തർ വീട് വാങ്ങിയിട്ട് എല്ലാവരും മറ്റു രാജ്യങ്ങളിലൊക്കെ ജോലിക്ക് പോയി കാണും. ഇവിടെ ഒരുപാട് റോസാപ്പൂക്കൾ വിരിയാറുണ്ട് ഇവിടുത്തെ വീട്ടുമുറ്റത്തൊക്കെ. ചിലയിടത്തൊക്കെ കൊലകുത്തി റോസാപ്പൂക്കളാണ്. ഇവിടുന്ന് അങ്ങോട്ടൊക്കെ ഇടവഴികളൊക്കെയാണ് ഇവിടെയൊക്കെ. അതിൻ്റെ സൈഡിലെല്ലാം വീടുകളാണ്. ഇവിടെ ഒരു ചെടി പൂത്തിക്കുന്നുണ്ട്. ഒരു മരം, മാവാണെന്ന് തോന്നും, പക്ഷേ മാവല്ല, ഏതോ ഒരു ചെടി. ഇവിടെ ഇലക്ട്രിക് ലൈനൊക്കെ നമ്മുടെ നാട്ടിലെ പോലെ മുകളിലൂടെയാണ്. നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട്. ഫ്രീസിങ് തണുപ്പ്, ഭയങ്കര കോൾഡ്. ഇവിടുത്തെ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് പോകുന്നുണ്ടോ? അത് നമ്മുടെ വീടിൻ്റെ മുന്നിൽ കൂടെയാണ് പോവുക. ഇവിടെ അതിന് സ്റ്റോപ്പുണ്ട്. ഈ 4 ജംഗ്ഷൻ കൂടുന്നിടത്ത് അവിടെ ഒരു സ്റ്റോപ്പുണ്ട് അതിന്. എൻ്റെ ഇവിടെ കാറുകളൊക്കെ വരുമ്പോൾ ഒന്ന് സ്ലോ ചെയ്ത് പോകുന്ന കണ്ട. അത് ഇവിടുത്തെ ഒരു രീതിയാണ്. ഇവിടെ ഡ്രൈവിങ് പഠിക്കുമ്പോൾ തന്നെ ഈ രീതിയിലാണ് പഠിക്കുന്നത്. ഇവിടെ പോലീസൊന്നും വന്ന് കാവൽ നിൽക്കുകയൊന്നുമില്ല. പക്ഷേ ഇവിടെ ആൾക്കാർ, നടന്നു പോകുന്ന ആൾക്കാർ, അവർ അപ്പുറം ഇപ്പുറം എല്ലാം നോക്കിയതിന് ശേഷമേ ആ ജംഗ്ഷൻ അവർ ക്രോസ് ചെയ്യുള്ളൂ. അതിവിടെ കണ്ട നല്ലൊരു പോസിറ്റീവായൊരു കാര്യമാണ്. ആളുണ്ടെങ്കിലും ഇല്ലെങ്കിലും അവർ വരുന്ന വാഹനങ്ങളെല്ലാം അവിടെ നിന്ന് സ്ലോ ചെയ്യും, ഈ ജംഗ്ഷൻ്റെ അവിടെ, എന്നിട്ടേ അത് കടന്നു പോവുള്ളൂ. നമ്മളിവിടുന്ന് പിന്നെ ഈസ്റ്റും വെസ്റ്റും ഒക്കെ ഓരോ സ്ഥലത്തേക്ക് പോകാൻ ഈ ഒരു ജംഗ്ഷൻ്റെ അവിടെ ഒരു ബസ് സ്റ്റോപ്പുണ്ട്. അപ്പോൾ ആ ബസ് അവിടെ നിർത്തും. അന്നേരം നമ്മൾ അവിടെ ചെന്നിട്ട് അവിടെ വന്നിരിക്കാറുണ്ട്. നമ്മൾ അവിടെ ഒരു ബെഞ്ച് കിടക്കുന്നുണ്ട്, ആ വൈറ്റ് കാറ് കിടക്കുന്നിടത്ത്. അവിടെ ഒരു AC, അവിടെ ഇരിക്കാനൊരു സൗകര്യമുണ്ട്. അവിടെ കാണാം. അതൊരു ബസ് സ്റ്റോപ്പാണ് അവിടെ. പിന്നെ ഈ റോഡ് കുറച്ച് മെയിൻ, അങ്ങോട്ട് കുറച്ച് നടന്ന് പോകുമ്പോൾ അവിടെ ഒരു പള്ളിയുണ്ട്. ക്രിസ്ത്യൻ പള്ളിയുണ്ട്, മുസ്ലിം പള്ളിയുമുണ്ട്. അത് നല്ല രസമാണ്. എനിക്കത് ഇവിടെ വന്നപ്പോൾ കണ്ടിഷ്ടപ്പെട്ടൊരു കാര്യമാണ്. കാരണം നല്ലൊരു മതസൗഹാർദ്ദം അവിടെ കാണാം. പിന്നെ ഇങ്ങനെ വരുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നല്ല റോഡുകൾ, നല്ല വീടുകൾ. ഏത് വഴിയിലൂടെ പോയാലും ഒരുപോലെ ഇരിക്കും. അതാണ് ഇവിടുത്തെ വേറൊരു കാര്യം. നമുക്ക് വഴി തെറ്റാൻ വളരെ വേഗം സാധിക്കും. ഇപ്പോൾ 9 ആകാറായി. ഇപ്പോഴും ഒരു ഈവനിങ്ങിൻ്റെ ഒരു ഫീലാണ് ഇവിടെ. മെയിൻ റോഡിലോട്ടൊക്കെ പോയാൽ നല്ല സൂര്യപ്രകാശമാണ് ഇപ്പോഴും. ഈ ഇലയ്ക്കുള്ളിലൊരു മാതാവിന് നിൽക്കുന്നുണ്ട്, തൊഴുതുകൊണ്ട് നിൽക്കുന്നത്. ഈ വീടിൻ്റെ ഫ്രണ്ടിൽ, നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു ചെടികൾ നിൽക്കുന്നതാണ്.